അപ്പോൾ ഞങ്ങൾ ഇന്നലെയാണ് വീഡിയോ ഇടാൻ തുടങ്ങിയത്. അപ്പോൾ ഇന്നുകൊണ്ട് അത് 16 സബ്സ്ക്രൈബേഴ്സും പിന്നെ ഒരു ചേട്ടൻ കമൻറ്റ് ഇട്ടു, പിന്നെ സ്പെയിനിൽ നിന്ന് ഒരു കമൻറ്റും വന്നിട്ടുണ്ട്. അവർ ഏതോ ഭാഷ ഇട്ടത് നമുക്കത് മനസ്സിലായില്ല. അപ്പോൾ ഇവിടെ നല്ല വെയിലാണ്. അപ്പോൾ വേർത്തപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് കുളിച്ചിട്ട് വരുവാണ് ഞങ്ങൾ. ഭയങ്കര വെയിലായതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഞാൻ യൂട്യൂബ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു വീഡിയോ കണ്ടു. ഈ വെയിലത്ത് നമ്മൾ ഈ ഒരു അപ്പച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് മുട്ട ഒഴിച്ചിട്ട് പൊരിയുന്നത്. പക്ഷെ അത് മിക്കതും ഡ്യൂപ്ലിക്കേറ്റാ. അപ്പോൾ നമുക്ക് ഈ തെർമോമീറ്ററിൽ ഇവിടെ എത്ര ഡിഗ്രി ഉണ്ടെന്ന് അറിയാം. അപ്പോൾ ഓൺ ചെയ്യാവേ. എൻ്റെ പൊന്നു ഗൈസ്, ഇപ്പോൾ ഇവിടെ നല്ല വെയിലാണ്. ഞാൻ പറഞ്ഞ ചുമ്മയൊന്നുമല്ല ഗൈസ്, നിങ്ങൾ തന്നെ നോക്കുക. ഹൈ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്, ഹൈ. അപ്പോൾ നമുക്ക് നിന്ന് ജസ്റ്റ് ഈ അപ്പച്ചട്ടി ഉണ്ടോ, ഇത് ആ കല്ലിൽ കൊണ്ടേ വെച്ചിട്ട് നമുക്ക് മുട്ട അത് 1 മണിക്കൂർ കഴിയണം. നല്ല ചൂടല്ലേ, ഇതൊരു പെട്ടെന്നാവില്ലല്ലോ. ബാ നമുക്ക് അപ്പോൾ അതിടാം. അപ്പോൾ ഇവിടെ ആയിട്ടാണ് വെക്കാൻ പോകുന്നത്. ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് വരാം. ഹലോ ഗൈസ്, അപ്പോൾ ചൂടായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏകദേശം 1.5 മണിക്കൂറായി വെച്ചിട്ട്. എനിക്ക് തൊടാനൊരു പേടിയാണ്, കൈ അങ്ങനെ പോലെ. അപ്പോൾ ഞങ്ങൾക്കൊന്ന് മുട്ട പൊട്ടിക്കാവേ ഗൈസ്. ഗൈസ് മുട്ട പൊരിഞ്ഞില്ല, പക്ഷേ അത് ഇങ്ങനെ ഉണ്ടോ ഗൈസ്, സൈഡുകളിൽ ഇങ്ങനെ വരുന്നുണ്ട്. പൊട്ടോ ഇല്ലെന്നൊന്നും ഇതാവോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. ഗൈസ് ആവൂലായിരിക്കൂലടാ, അത് ഓർമ്മയാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് നല്ല മൊരിയുന്നുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ഞാൻ ഇതൊരു ഗ്യാസിൻ്റെ അടുത്തൊന്നും കൊണ്ടുപോയിട്ടില്ല. നിങ്ങളെ വിശ്വസിക്കാൻ പറ്റുന്ന വിശ്വസിക്കും, കാരണം ഇതിൻ്റെ ഉള്ളിൽ ഇതുവരെ മുരിഞ്ഞിട്ടില്ല. പക്ഷെ ഇത് സൈഡിലേക്ക് ഞാൻ കാണിച്ചു തരാവേ. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കേ. നിങ്ങൾ ഈ സൈഡ് നിങ്ങൾക്ക് കാണാം അല്ലേ, നിങ്ങൾക്ക് ഈ സൈഡ് ഇങ്ങോട്ടേക്ക് ഒരു കുളുകുളു ഫീൽ നിങ്ങൾക്ക് കാണാമല്ലോ. ആ കാരണം വരുന്നില്ല, ഈ ചൂടും കാരണമാണ്. ഈ പാനൊക്കെ നല്ലപോലെ ചൂടായി, 1.5 മണിക്കൂറായി. നല്ല ചൂടുണ്ട് ഗൈസ്. ആ കൊമ്പള പോലും പൊട്ടുന്നത് കണ്ടോ. എനിക്ക് തന്നെ നല്ല പൊടി വീണിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടാണ് ഗൈസ്. നല്ലപോലെ പൊരിഞ്ഞെന്നാണ് തോന്നുന്നത്. എനിക്ക് കൈയിടാൻ പേടി, ചൂടുണ്ടാവും. പിന്നെ നമ്മൾ ഇതെന്തായാലും കഴിക്കാൻ പോകുന്നില്ല, കാരണം പൊടിയൊക്കെ ഓൾറെഡി വീണ് നിൽക്കുന്നത്. തൊട്ടുമൊക്കെ ഈ കമ്പോലും വെച്ച് ഗൈസ് മുരിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ ഭാഗമൊക്കെ ഇത് ഒരു മുരിച്ചിൽ പോലെ വന്നിട്ടുണ്ട്. എനിക്ക് മുട്ടയുടെ ഉണ്ണി മാത്രം കഴിക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ നിങ്ങൾ തന്നെ നല്ല ചൂടുള്ള സമയമാണ് ഗൈസ്. അയ്യോ, തലയൊക്കെ മുട്ട, ഇപ്പം തലയിൽ ആ മുട്ട എടുത്ത് വെച്ചാൽ തലയിലിരുന്നു അത് പൊരിയും. അത് നിങ്ങൾക്കൊരു ക്ലൂ ഫീൽ കാണാം. അപ്പോൾ നമുക്കതിന് എന്നിട്ട് എടുത്തിട്ട് വന്നിട്ട് ചെയ്യാം. ഒരു തവി എടുത്തിട്ട് വന്നിട്ട് കോരി നോക്കാവേ. എടുത്തു നോക്കാം, സക്സസ് ആവില്ലെന്ന് പറഞ്ഞൂടാ. ഇത് മുട്ട പൊരിഞ്ഞിട്ടില്ല ഗൈസ്, ചെറുതായിട്ടൊരു ഇതിലാണ്. ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്, പക്ഷെ അവരതിലിങ്ങനെ വെയിലത്ത് ഇങ്ങനെ ചെയ്തത് അവർ ഗ്യാസിൽ കൊണ്ട് വെക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവർ ഗ്യാസിൽ വെക്കുന്നു. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാനുള്ള രീതിയിലാണ് വന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഗൈസ് എടുക്കാൻ പറ്റില്ല കേട്ടോ ഗൈസ്. എന്തായാലും ഇത് കളയുള്ളൂ, കാരണം അതുകൊണ്ട് വലിയ പ്രയോജനം ഇല്ല. അപ്പോൾ ഇവൻ ഈ മാറി നിൽക്കണ എന്നാന്ന് നിങ്ങൾ ആരും ചോദിക്കണ്ട. അവൻ പറഞ്ഞോടാ ഞാൻ തെറ്റിക്കൂടാ, നീ എടുത്താൽ മതി എന്ന് പറഞ്ഞു. ഈ വീഡിയോ അവനെ കൂടെ ചെയ്യിക്കാനാണ് ഇരുന്നത്. പക്ഷേ ഇവൻ പറഞ്ഞു എടാ ഞാൻ ചെയ്യില്ല, ഞാൻ തെറ്റിക്കൂടാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഗൈസ്. എന്തോ പാൽച്ചായയുടെ മണമൊക്കെയോ ഗൈസ്. നല്ലപോലെ കരിഞ്ഞോ, നല്ല ഓഫ് ചെയ്തോ. ഇത് ചുമ്മാ എടുക്കാതെ കയ്യാനും പൊള്ളിയ എനിക്ക് അനുഭവം ഉണ്ട്. നമുക്ക് നോക്കാം, വെള്ളത്തിൽ അറിഞ്ഞെന്ന് വെച്ച് നോക്കാം.
ഏയ് ചൂടൊന്നും അങ്ങനെ ഇല്ലാന്ന് തോന്നുന്നു. ഇപ്പൊ ഗ്യാസ് വെക്കുകയാണെങ്കിൽ നല്ലതാണ് കിട്ടിയത്. എന്നിട്ട് എഡിറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയെങ്കിലും ചെയ്യായിരുന്നു അല്ലേ. നമുക്ക് ഉള്ളിൽ കൊണ്ടുവെക്കാം. ഇനി അടുത്ത എന്തെങ്കിലും എക്സൈറ്റിംഗ് വീഡിയോസിനായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.